സോ ഓവർ ടേണിംഗ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു 100.16 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ദെൻ ഡിസൈൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ഓഫ് ദിസ് ഓവർ ടേണിംഗ് മൊമെൻറ്റ് ആയിരിക്കും. അങ്ങനെ ഡിസൈൻ മൊമെൻറ്റ് 150.24 കിലോന്യൂട്ടൺ മീറ്റർ എന്നും കിട്ടി. നൗ നമ്മൾ സ്റ്റെമ്മിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 16 mm ഡയമീറ്റർ റീഇൻഫോഴ്സ്മെൻറ്റ്സും അതുപോലെ തന്നെ 50 mm ക്ലിയർ കവറുമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തു. ദെൻ സ്റ്റെമ്മിൻ്റെ ബോട്ടത്തിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 450 mm ആണ്. അത് ഡിസൈൻ ചെയ്തപ്പോൾ ഡയമെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് ഡെപ്ത് ഇൻ ദി സ്റ്റെം. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് മൈനസ് ക്ലിയർ കവർ മൈനസ് ഹാഫ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ്. അങ്ങനെ എഫക്റ്റീവ് ഡെപ്ത് 392 mm എന്ന് കിട്ടി. ദെൻ I can calculate the parameter mu by bd square. mu by bd square എന്ന് പറയുന്ന ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. mu നമുക്ക് കിട്ടിയത് കിലോ ന്യൂട്ടൺ മീറ്ററിലാണ്. ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇൻറ്റു 10⁻⁶. b എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എടുക്കുന്നത്. സോ 1000 mm. d എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത എഫക്റ്റീവ് ഡെപ്ത്. അങ്ങനെ mu by bd square കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ 0.97 എന്ന് കിട്ടി. ഇനി ഈ mu by bd square യൂസ് ചെയ്തിട്ട് വേണം എനിക്ക് എത്ര പെർസെൻറ്റേജ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SP16 എന്ന് പറയുന്ന കോഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വി ആർ യൂസിങ് എ കോൺക്രീറ്റ് ഓഫ് ഗ്രേഡ് 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ FCK 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ FCK 20 ആയിട്ടുള്ള ഡിസൈൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഉള്ള പെർസെൻറ്റേജ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് SP16 ടേബിൾ 2 ആണ്. സോ ടേബിൾ 2 നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് SP16 ടേബിൾ 2 വിച്ച് ഈസ് ഫോർ FCK 20. FCK മാറുന്നതിനനുസരിച്ച് ടേബിൾസ് മാറും. FCK 25 ആകുമ്പോൾ ടേബിൾ 3 ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ FCK 20 ആയതുകൊണ്ട് ടേബിൾ 2 യൂസ് ചെയ്യുന്നു. സോ നമ്മുടെ mu by bd square വാല്യൂ എന്ന് പറയുന്നത് 0.97 ആണ്. അതായത് 0.95നും 1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ കോഡിൽ ഈ ടേബിളിൽ 0.95ൻ്റെയും 1ൻ്റെയും വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ 415 ആണ് നമ്മുടെ ഗ്രേഡ്. അപ്പോൾ 415 ഉള്ള 0.95ൻ്റെയും 1ൻ്റെയും വാല്യൂസ് ദാറ്റ് ഈസ് 0.280 ആൻഡ് 0.295. ഓക്കെ, അപ്പം 0.280യും 0.295. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപോളേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള 0.97ൻ്റെ PT എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇന്റർപോളേറ്റ് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് എ വാല്യൂ PT ഈക്വൽ ടു 0.287 എന്ന് ഇന്റർപോളേഷൻ വഴി നമ്മുടെ പെർസെൻറ്റേജ് സ്റ്റീൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ IS 456 ടേബിൾ 19 പറഞ്ഞിട്ടുണ്ട് PT എന്ന് പറയുന്നത് 100 AST/BD ആണെന്ന്. സോ അതിൽ നിന്ന് AST എന്ന് പറഞ്ഞാൽ PT BD/100 എന്ന് എഴുതാം. സോ PT ഇവിടെ കിട്ടി. ദെൻ B എന്ന് പറയുന്നത് നമ്മൾ 1000 mm അതായത് 1 മീറ്റർ ആണ് എടുക്കുന്നത്. ദെൻ D എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത എഫക്റ്റീവ് ഡെപ്ത്. അത് വെച്ച് AST കണ്ടുപിടിക്കാം. AST കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പേസിംഗ് പറയാം. സ്പേസിംഗിൻ്റെ ഇക്വേഷൻ 1000 A5/AST എന്നാണ്. A5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി റീഇൻഫോഴ്സ്മെന്റ് വിച്ച് വി ആർ യൂസിങ്. ഞാനിവിടെ 16 mm ഡയമീറ്റർ ഉള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ A5 എന്ന് പറയുന്നത് π/4 × 16 സ്ക്വയർ ആണ്. അതുപോലെ AST എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. അങ്ങനെ എൻ്റെ സ്പേസിംഗ് 183.18 mm എന്ന് കിട്ടി. ദിസ് ഈസ് ദി മാക്സിമം സ്പേസിംഗ് ദാറ്റ് ഐ ക്യാൻ പ്രൊവൈഡ്. സോ ഇവിടെ ഒരു 183.18 എന്ന് വന്നുകൊണ്ട് ഞാനതൊരു 180 അങ്ങ് ലിമിറ്റ് ചെയ്തു. അങ്ങനെ സ്റ്റെമ്മിൻ്റെ ഡിസൈൻ ഞാൻ ചെയ്തു. സോ പ്രൊവൈഡ് 16 mm ബാർസ് 180 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ സ്റ്റെം. സ്റ്റെമ്മിൽ 16 mm ബാർസ് 180 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കൊടുത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്ത് സ്റ്റെമ്മ് ഞാൻ ഡിസൈൻ ചെയ്തു. നെക്സ്റ്റ് ഇനി എനിക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് സ്ലാബാണ്. സ്ലാബ് എന്ന് പറയുമ്പോൾ ടോ സ്ലാബും ഉണ്ട്, അതുപോലെ ഹീൽ സ്ലാബും ഉണ്ട്. സോ സ്റ്റെപ്പ് 6 ഞാൻ ടോ സ്ലാബാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ടോ സ്ലാബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ 4th സ്റ്റെപ്പിൽ വരച്ച നെറ്റ് പ്രഷർ ഡയഗ്രത്തിലെ ടോ സ്ലാബിൻ്റെ പോർഷനാണ് എടുക്കുന്നത്. ഇതാണ് ടോ സ്ലാബിൻ്റെ പോർഷൻ. നെറ്റ് പ്രഷർ ഡയഗ്രത്തിൽ വരച്ച് ടോ സ്ലാബിൻ്റെ പോർഷൻ. ടോ സ്ലാബിൻ്റെ ലെങ്ത് 0.9 മീറ്റർ ആണ്. അത് ഡയമെൻഷൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ദെൻ ടോ സ്ലാബ് എന്ന് പറയുമ്പോൾ A മുതൽ B വരെയുള്ള പോർഷൻ. അപ്പം A എന്ന് പറയുമ്പോഴത്തേക്കും അത് മാക്സിമം പ്രഷർ ആക്ട് ചെയ്ത പോർഷനാണ്. അവിടുത്തെ നെറ്റ് പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 114.43 എന്നാണ് കിട്ടിയത്. അതുപോലെ B പോയിന്റിലെ നെറ്റ് പ്രഷർ കണ്ടുപിടിച്ചപ്പോൾ 76 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് പ്രഷർ ഡയഗ്രത്തിനെ നമുക്ക് 2 ഷേപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു റെക്ടാങ്കുലർ ഷേപ്പായിട്ടും ഒരു ട്രയാങ്കുലർ ഷേപ്പായിട്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ 2 ഷേപ്പിലും ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൻ്റെയും അതുപോലെ ട്രയാങ്കുലർ ഷേപ്പിൻ്റെയും ഏരിയ എടുത്താൽ അവിടുത്തെ ലോഡ് എത്രയാണെന്ന് കിട്ടും. സോ ഫസ്റ്റ് ഞാൻ റെക്ടാങ്കുലർ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൻ്റെ ഏരിയ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 0.9 ഇൻറ്റു ഈ റെക്ടാങ്കിളിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 0.9/76 ഉള്ള റെക്ടാങ്കിൾ ആണ്. സോ
അതിൻ്റെ ഏരിയ ഈസ് 0.9 into 76. അങ്ങനെ എനിക്ക് അവിടുത്തെ ലോഡ് കിട്ടും. അതുപോലെ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഇവിടുത്തെ ഓർഡിനേറ്റ് ആണ് 114.43, അതുപോലെ ഇവിടുത്തെ ഓർഡിനേറ്റ് ആണ് 76. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 114.43 മൈനസ് 76 ആയിരിക്കും. അതുപോലെ ഈ ബേസ് എന്ന് പറയുന്നത് 0.9 ആയിരിക്കും. അങ്ങനെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് 0.9 into 114.43 മൈനസ് 76. അങ്ങനെ ട്രയാങ്കുലർ ഏരിയയിൽ ലോഡും കിട്ടി. ദെൻ ഈ രണ്ട് ലോഡ് യൂസ് ചെയ്ത് എനിക്ക് ഓവർ ടേണിംഗ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഈ രണ്ട് ഷേപ്പിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള പോയിന്റിൽ നിന്നാണെന്ന് അസ്യൂം ചെയ്യുക. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. സോ എനിക്കിവിടുത്തെ ഓവർ ടേണിംഗ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ലോഡുണ്ട്, ഇനി അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വേണം. സോ ഈ റെക്ടാങ്കുലർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഇവിടെ ഈ പോയിന്റിൽ നിന്നാണ് സെൻട്രോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ സൈഡിൻ്റെ എവിടെ ആയിരിക്കും? മിഡ് പോയിന്റിലായിരിക്കും. സോ 0.9/2 അതിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡ് 68.4 into 0.9/2. അതുപോലെ ഈ റെക്റ്റാങ്കിളിന് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ടാണ് സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ ലോഡ് 17.29 into അക്യൂട്ട് ആംഗിളിൽ നിന്ന് ഹൊറിസോണ്ടലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്യൂട്ട് ആംഗിളിൽ നിന്ന് ആയതുകൊണ്ട് 2/3 ഓഫ് ഈ ഒരു സൈഡ് ആയിരിക്കും. സോ 2 into 0.9/3 അതാണ് ഇവിടെ 17.29 into 2 into 0.9/3. അതാണ് എൻ്റെ ഓവർ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടത് ഡിസൈൻ മൊമെൻ്റ് ആണ്. സോ 1.5 ടൈംസ് എടുക്കണം. അങ്ങനെ ഡിസൈൻ മൊമെൻറ്റ് MU കാൽക്കുലേറ്റ് ചെയ്തു. 61.73 kN എന്ന് എനിക്ക് ഡിസൈൻ മൊമെൻറ്റ് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ സെയിം വീണ്ടും നമ്മൾ സ്റ്റെമ്മിൽ ചെയ്ത പോലെ MU/BD² കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിനി സ്റ്റെമ്മിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്ന് വേണം. സ്റ്റെമ്മിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് ഫോർത്ത് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ സ്റ്റെമ്മിൽ നമ്മൾ 16 mm ഡയമീറ്റർ ബാറും അതുപോലെ തന്നെ സ്ലാബിൽ നമ്മൾ 16 mm ഡയമീറ്റർ ബാറും അതുപോലെ 75 mm ക്ലിയർ കവറുമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്ലാബിൻ്റെ ഡെപ്ത് 420 mm ആണ് ഓവറോൾ ഡെപ്ത്. അതിൽ നിന്ന് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് 337 mm എന്ന് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഫക്റ്റീവ് ഡെപ്താണ് നമ്മൾ സ്ലാബിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ MU/BD² ചെയ്യാൻ വേണ്ടി ആ ഒരു ഡെപ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെപ്ത് മാറിപ്പോയത്. സ്റ്റെമ്മിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് വേറെ, സ്ലാബിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് വേറെ. ഓക്കെ, ദെൻ ഇവിടെയും kN/m എന്നുള്ളതിനെ Nm/mm മാറ്റി. B എന്ന് പറയുന്നത് 1 മീറ്റർ തന്നെയാണ്. ദെൻ dx എടുക്കുന്നു 337. അങ്ങനെ നമുക്ക് MU/BD² കിട്ടി 0.544. ഞാനതൊരു 0.55 റൗണ്ട് ഓഫ് ചെയ്തു. ദെൻ നേരത്തെ സ്റ്റെമ്മിൽ ചെയ്ത പോലെ തന്നെ SP16 ടേബിൾ 2 0.55 വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ PT നമുക്ക് 0.158% എന്ന് കിട്ടി. 0.54 ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 0.5-ൻ്റെയും 0.55-ൻ്റെയും കൂടി വാല്യൂസ് എടുത്ത് ഇൻ്റർപോളേറ്റ് ചെയ്ത് 54-ൻ്റെ PT കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ PT കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ AST കണ്ടുപിടിക്കുക. PT/BDx/100 എടുത്ത് AST കണ്ടുപിടിക്കുക. ദെൻ AST കിട്ടിക്കഴിഞ്ഞാൽ സ്പേസിങ് എഴുതാം 1000 A5/AST. ഇവിടെയും 16 mm ഡയമീറ്റർ ബാൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ A5 എന്ന് പറയുന്നത് π/4 16². AST ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് അത് യൂസ് ചെയ്ത് 16 mm ബാൾസിൻ്റെ സ്പേസിങ് 377.61 mm എന്ന് കിട്ടി. 377.61 എന്ന് പറയുമ്പോൾ അതൊരു ലാർജ് വാല്യൂ ആണ്. ഞാനതൊന്ന് ലിമിറ്റ് ചെയ്ത് 300 mm വരെ കൊടുത്തു. അപ്പം ടോസ് ലാബ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് 16 mm ബാൾസ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിലാണ് ടോസ് ലാബ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഇനി എനിക്ക് ഹീൽസ് ലാബാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത്. സോ ഹീൽസ് ലാബ് ഡിസൈൻ ചെയ്യുമ്പം അതിന് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ വരച്ച് നെറ്റ് പ്രഷർ ഡയഗ്രത്തിൻ്റെ ഹീൽസ് ലാബിൻ്റെ പോർഷൻ എടുക്കുന്നു. ഹീൽസ് ലാബിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും C മുതൽ D വരെയുള്ള പോർഷൻ, പോയിന്റ്സ് C മുതൽ D വരെയുള്ള പോർഷനാണ് ഹീൽസ് ലാബിൻ്റെ നെറ്റ് പ്രഷർ ഡയഗ്രത്തിൻ്റെ ആ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. C പോയിന്റിലുള്ള നെറ്റ് പ്രഷർ 20.5 എന്നും അതുപോലെ D പോയിന്റിലുള്ളത് 78.22 എന്നുമാണ് കിട്ടിയത് നെറ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തപ്പം. അതുപോലെ തന്നെ സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.35 മീറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലൊക്കെ ഈ ഡിസ്റ്റൻസ് ഒക്കെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫിഗർ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ഈ രണ്ട് വാല്യൂസ് 20.5ഉം 78.22ഉം നെറ്റ് പ്രഷർ ഡയഗ്രാം വരച്ചപ്പോൾ കിട്ടിയതാണ്. സോ ആ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോസ് ലാബ് ഡിസൈൻ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു റെക്ടാങ്കുലർ ഏരിയ ആയിട്ടും ഒരു ട്രയാങ്കുലർ ഏരിയയുമായിട്ടും നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. ദെൻ ഈ രണ്ട് ഏരിയാസിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്, അതായത് ഈ റെക്ടാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഏരിയ എടുത്ത് ആ രണ്ടിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് P3 എന്നും P4 എന്നും. ദെൻ നമുക്കത് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റെക്ടാങ്കിളിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. സോ ഈ P3 കാരണം ഉണ്ടാവുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ സൈഡിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും, L/2 ഡിസ്റ്റൻസിലായിരിക്കും. അതുപോലെ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അക്യൂട്ട് ആംഗിളിൽ നിന്നാണ്. സോ 2L/3 ഡിസ്റ്റൻസിലും ആയിരിക്കും. അതാണ് P3 × L/2ഉം P4 × 2L/3ഉം. ദെൻ
ഡിസൈൻ മൊമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് 1.5 ടൈംസ് ആയിട്ട് എടുക്കുന്നു. നമുക്ക് കിട്ടിയ ഓവർ ടേണിംഗ് മൊമെന്റിനെ 1.5 ടൈംസ് എടുക്കുമ്പോൾ ഡിസൈൻ മൊമെന്റ് കിട്ടും. അങ്ങനെ നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ mu/bd², ഇവിടെയും സ്ലാബ് തന്നെയാണ്, സ്ലാബിന്റെ എഫക്റ്റീവ് ഡെപ്ത് 337 ആണ്. അപ്പോൾ mu/bd² എടുക്കുന്നു. 0.71 എന്ന mu/bd² കിട്ടി. ദെൻ SP16 ടേബിൾ 2 നിന്നും PT എത്രയാണെന്ന് ഇന്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആ PT യൂസ് ചെയ്ത് നമ്മൾ AST കണ്ടുപിടിക്കുന്നു. AST കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് സ്പേസിങ് എഴുതണം. അപ്പം 16 mm ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പേസിങ് 1000A5/AST. അപ്പോൾ 289.62 എന്ന് എനിക്ക് സ്പേസിങ് കിട്ടി. ഞാനതൊരു 280 mm ലിമിറ്റ് ചെയ്തു. സ്പേസിങ് ഒരു 280 mm ആയിട്ട് ലിമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഹീൽ സ്ലാബും ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെമ്മിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്പ് 5 സ്റ്റെമ്മിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇനി സ്റ്റെമ്മിൽ ടെമ്പറേച്ചർ ആൻഡ് ഷ്രിങ്കേജ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും. അപ്പം ഇനി സ്റ്റെമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് ഷ്രിങ്കേജ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അതാണ് സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത്. സോ സ്റ്റെമ്മ് ഇതിന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെമ്മിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് 1/3, 1/3, 1/3 എന്ന് 3 പാർട്ടായിട്ട് ഞാൻ സ്റ്റെമ്മിനെ ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെമ്മിന്റെ ലോവർ 1/3 ഹൈറ്റ് ആണ് എടുക്കുന്നത്. സ്റ്റെമ്മിന്റെ ലോവർ 1/3 ഹൈറ്റ് എടുക്കുന്നു. അപ്പം സ്റ്റെം എന്ന് പറയുമ്പോൾ അതിനൊരു ഫ്രണ്ട് ഫേസും ഉണ്ട്, അതുപോലെ ബാക്ക് ഫേസും ഉണ്ട്. രണ്ടിലും 2 രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെമ്മിന്റെ ലോവർ 1/3 ഹൈറ്റ് എടുക്കുന്നു. അതിന്റെ ഫ്രണ്ട് ഫേസ്, ലോവർ 1/3 ഹൈറ്റിന്റെ ഫ്രണ്ട് ഫേസ് എടുക്കുന്നു. ഫ്രണ്ട് ഫേസിൽ നമ്മൾ കൊടുക്കേണ്ട സ്റ്റീലിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2/3.0012 ഇൻറ്റു L ഇൻറ്റു D അറ്റ് ദി ബോട്ടം. അതാണ് ഫ്രണ്ട് ഫേസിൽ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഫ്രണ്ട് ഫേസിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാനുള്ള ഇക്വേഷൻ ഈസ് 2/3 ഇൻറ്റു 0.0012 ഇൻറ്റു L ഇൻറ്റു D അറ്റ് ബോട്ടം. ഓക്കെ, ഇപ്പോൾ 2/3 ഇൻറ്റു 0.0012, L എന്ന് പറയുമ്പം 1 മീറ്റർ ലെങ്ത് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ 1000 millimeter. ദെൻ D അറ്റ് ബോട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 450. സ്റ്റെമ്മിൻ്റെ ബോട്ടത്തിലെ തിക്നെസ് കൊടുത്തത് 450 ആണ്. അപ്പം ലോവർ 1/3 ഹൈറ്റ് ഫസ്റ്റ് സ്റ്റെമ്മിനെ 3 ഹൈറ്റിൽ ഡിവൈഡ് ചെയ്തു. 1/3, 1/3, 1/3 3 ഹൈറ്റിൽ ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് ഞാൻ ലോവർ 1/3 ഹൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ തന്നെ ഫ്രണ്ട് ഫേസ് ആണ് ആദ്യം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഫ്രണ്ട് ഫേസിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെന്റിന്റെ ഇക്വേഷൻ ഈസ് 2/3 ഇൻറ്റു 0.0012 ഇൻറ്റു L ഇൻറ്റു D അറ്റ് ബോട്ടം. ഓക്കെ, അപ്പോൾ 2/3 ഇൻറ്റു 0.0012 ഇൻറ്റു L 1 മീറ്റർ ലെങ്ത് ആണ്, സോ 1000 millimeter. ദെൻ D അറ്റ് ബോട്ടം എന്ന് പറയുന്നത് 450 millimeter. അങ്ങനെ ഫ്രണ്ട് ഫേസിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കിട്ടി, ദാറ്റ് ഈസ് 360 millimeter സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് 8 mm ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 8 mm ബാർസ് യൂസ് ചെയ്യുമ്പം സ്പേസിങ്ങിന്റെ ഇക്വേഷൻ ഒക്കെ സെയിം ആണ്, 1000A5/AST. അപ്പോൾ 8 mm ബാർസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് A5 എന്ന് പറയുന്നത് π/4 ഇൻറ്റു 8² ആണ്. സോ സ്പേസിങ് കിട്ടും 1000 ഇൻറ്റു π/4 ഇൻറ്റു 8² ബൈ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത AST. അപ്പോൾ എനിക്കിതൊരു 139.63 millimeter എന്ന് കിട്ടി. സോ സ്റ്റെമ്മിൽ നമ്മൾ ലോവർ 1/3 ഹൈറ്റിന്റെ ഫ്രണ്ട് ഫേസിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 8 mm ബാർസ് അറ്റ് 130 mm സെന്റർ ടു സെന്റർ സ്പേസിംഗിൽ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ലോവർ 1/3 ഹൈറ്റിൽ തന്നെ ഒരു ഫേസും കൂടി ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് ദി റെയർ ഫേസ്. സോ റെയർ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ റെയർ ഫേസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫേസിൽ നമ്മൾ എത്ര സ്പേസിംഗിലാണോ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തത് അതിന്റെ ഡബിൾ സ്പേസിംഗിൽ വേണം റെയർ ഫേസിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഫേസിൽ നമ്മളിവിടെ 130 mm സെന്റർ ടു സെന്റർ സ്പേസിംഗിലാണ് പ്രൊവൈഡ് ചെയ്തത്. സോ റെയർ ഫേസിൽ സെയിം ഡയമീറ്റർ ബാർസ് 8 mm ബാർസ് ഫ്രണ്ട് ഫേസിൽ കൊടുത്ത സ്പേസിംഗിന്റെ ഡബിൾ സ്പേസിംഗ്, സോ 260 millimeter സെന്റർ ടു സെന്റർ സ്പേസിംഗിൽ റെയർ ഫേസിൽ കൊടുത്തു. അങ്ങനെ സ്റ്റെമ്മിന്റെ എന്തായി ലോവർ 1/3 ഹൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മിഡിൽ 1/3 ഹൈറ്റിലേക്ക് പോവാം. മിഡിൽ 1/3 ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒരു സ്ലൈഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഫേസ് മിഡിൽ 1/3 ഹൈറ്റിന്റെ ഫ്രണ്ട് ഫേസ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് AST. അപ്പോൾ ഫ്രണ്ട് ഫേസിന്റെ AST എന്ന് പറയുമ്പോഴത്തേക്കും 0.0012 ഇൻറ്റു L ഇൻറ്റു D അറ്റ് ബോട്ടം സെയിം. ദെൻ അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് മാറുന്നത്. ലോവർ 1/3 ഹൈറ്റിന് 2/3 ആയിരുന്നു, മിഡിൽ 1/3 ഹൈറ്റ് ആകുമ്പോൾ അത് 1/3 ആയിട്ട് മാറും. 1/3 ഇൻറ്റു 0.0012 ഇൻറ്റു L ഇൻറ്റു D അറ്റ് ബോട്ടം. ഓക്കെ,
ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180 mm² എന്ന് അവിടുത്തെ ഏരിയ കിട്ടി. ദെൻ നമ്മൾ 8 mm ബാൾസാണ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പേസിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പേസിംഗ് SS = 1000 A5/AST. അപ്പോൾ സ്പേസിംഗ് 279.25 എന്ന് കിട്ടി. അത് ഞാനൊരു 260 ആയിട്ട് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു. ഈ 260 ആയിട്ട് ലിമിറ്റ് ചെയ്തു. സോ മിഡിൽ 1/3 ഹൈറ്റിൽ ഫ്രണ്ട് ഫേസിൽ ഞാൻ 8 mm ബാൾ സെറ്റ് 260 mm സ്പേസിങ്ങിൽ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ റിയർ ഫേസിൽ എങ്ങനെ കൊടുക്കണം? ഫ്രണ്ട് ഫേസിൽ കൊടുത്തതിൻ്റെ ഡബിൾ സ്പേസിങ്ങിൽ സെയിം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ റിയർ ഫേസിൽ 8 mm ബാൾ സെറ്റ് 520 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ എന്ത് ചെയ്യുന്നു, മിഡിൽ 1/3 ഹൈറ്റിൻ്റെ റിയർ ഫേസിൽ, സ്റ്റെമ്മിൻ്റെ മിഡിൽ 1/3 ഹൈറ്റിൻ്റെ റിയർ ഫേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്തു. സോ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രോബ്ലത്തിൻ്റെ 8 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ റിട്ടേണിംഗ് ബോൾ ഈസ് നോട്ട് സേഫ് അഗെൻസ്റ്റ് സ്ലൈഡിംഗ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഷിയർ കീ കൂടി ഡിസൈൻ ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ലാസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 9, ഡിസൈൻ ഓഫ് ഷിയർ കീ. ഷിയർ കീയുടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ the shear key should be designed in such a way that reinforcement from the stem can be extended to it. അതായത് നമ്മൾ സ്റ്റെമ്മിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിന് അതിൽ ബേസ് ലാഭം കടന്ന് എന്ത് ചെയ്യണം, ഷിയർ കീയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ ഷിയർ കീ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് സ്റ്റെമ്മിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഷിയർ കീ വരെ എത്തണം. ആ രീതിക്ക് വേണം നമ്മൾ ഷിയർ കീ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ഷിയർ കീ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എത്ര സൈസ് വേണം, അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നോക്കുന്നത്. ജനറലി ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോ ലെങ്തിനോടൊപ്പം ഒരു 0.3 കൂടി ആഡ് ചെയ്ത്, അതായത് ടോ ലെങ്ത്തിൽ നിന്നൊരു 0.3 മീറ്റർ മാറിയാണ് ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ടോ ലെങ്ത് എന്ന് പറയുന്നത് 0.9 മീറ്റർ ആണ്. അതിൻ്റെ കൂടെ ഒരു 0.3 മീറ്ററും കൂടി മാറി ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യണം. സോ ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടോ സൈഡ്, അതായത് എ പോയിന്റിൽ നിന്നും 1.2 മീറ്റർ മാറിയാണ്. അപ്പോൾ എ പോയിന്റിൽ നിന്ന് 1.2 മീറ്റർ മാറിയാണ് A/A സൈസിലുള്ള നമ്മുടെ സ്ക്വയർ ഷിയർ കീ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രോസ് പ്രഷർ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ക്യൂ മാക്സ് 124.93, അതുപോലെ ക്യൂ മിനിമം 9.56. ഇനി നമുക്ക് 1.2 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, പ്രഷറിന് ഡിഫറൻസ് ഉണ്ടാവും. ആ പ്രഷർ എത്രയാണെന്ന് വി ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ഇന്റർപോളേറ്റ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് 0 മീറ്ററിൽ 124.93, അതുപോലെ 2.7 മീറ്ററിൽ 9.56, നമുക്ക് 1.2 മീറ്ററിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇന്റർപോളേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് എന്ന് പറയുന്നത്, നമ്മുടെ അൺനോൺ എന്ന് പറയുന്നത് 9.56 പ്ലസ് 124.93 മൈനസ് 9.56. ഓക്കെ, 124.93 minus 9.56 divided by 2.7 minus 0 into 2.7 minus 1.2. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അൺനോൺ വാല്യൂ കിട്ടും. അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് 73.65 എന്ന് നമുക്ക് അവിടുത്തെ ഷിയർ കീ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ പ്രഷർ കിട്ടുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചു. ഇനി ഈ ഷിയർ കീ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, ഷിയർ കീ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതൊരു ലോങ് ഇക്വേഷൻ ആണ്. വി ഷുഡ് സ്റ്റഡി. ഷിയർ കീ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു half kp gamma into small h1 plus a the whole square minus half kp gamma h1 square plus tan phi into area of the first trapezoid plus mu into area of the second trapezoid. ഇതാണ് ഷിയർ കീ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹാഫ് കെ പി ഗാമ h1 plus a the whole square minus half kp gamma h1 square പ്ലസ് ടാൻ ഫൈ ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് ട്രപ്പീസോയിഡ് പ്ലസ് മ്യൂ ഇൻറ്റു ഏരിയ ഓഫ് സെക്കൻഡ് ട്രപ്പീസോയിഡ്. അപ്പോൾ ഇവിടെ നമുക്ക് H1 വേണം, എയും വേണം. കെ പി എന്ന് പറയുന്നത് പാസീവ് എർത്ത് പ്രഷറാണ്, വിച്ച് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഗാമ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്തത് H1A. എ എന്ന് പറയുന്നത് ഷിയർ കീയുടെ സൈസ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൻ്റെ ഉദ്ദേശം. ദെൻ H1 എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. H1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ മൈനസ് 0.3 ആണ് H1 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, H1 ഈസ് ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ മൈനസ് 0.3. സോ H1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.95 മീറ്റർ എന്ന് കിട്ടി. ദെൻ കെ പി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷറാണ്. സോ അത് 3 എന്ന് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ട്രപ്പീസോയിഡിൻ്റെയും സെക്കൻഡ് ട്രപ്പീസോയിഡിൻ്റെയും ഏരിയയാണ്. അപ്പം ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രപ്പീസോയിഡ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രപ്പീസോയിഡ്. ഓക്കെ, ഫസ്റ്റ് ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും
ഈ സൈഡ് പ്ലസ് ഈ സൈഡ്. ട്രപ്പിസോയിഡിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡിൻ്റെയും സം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതാണ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ. സോ ഫസ്റ്റ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈസ് 124.93 പ്ലസ് 73.65 ബൈ 2. ഫസ്റ്റ് ട്രപ്പിസോയിഡിൽ അതിൻ്റെ ഈ രണ്ട് സൈഡ് പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് 1.2. സോ ഫസ്റ്റ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം മെത്തേഡിൽ സെക്കൻഡ് ട്രപ്പിസോയിഡിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട് പാരലൽ സൈഡ്സ്, ഇത് 73.65 ഇത് 9.56, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5. അതെങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ 2.7 ആണ്, അതിൽ ഇത്രയും മാത്രം 1.2, അപ്പോൾ ബാക്കി എത്ര വരും? 1.5. അതാണ് 1.5 വരുന്നത്. അങ്ങനെ സെക്കൻഡ് ട്രപ്പിസോയിഡിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം കിട്ടി. അതർ ദാൻ എ, ഷിയർ കീയുടെ സൈഡായ എ ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും ഇതിൻ്റെ അകത്ത് അറിയാം. അങ്ങനെ നമ്മൾ ഷിയർ കീ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹാഫ് കെ പി എന്ന് പറയുന്നത് 3, ദെൻ ഗാമ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് 16, H1.95 എന്ന് കിട്ടി, പ്ലസ് എ ദി ഹോൾ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു കെ പി ഇൻറ്റു ഗാമ 16 H1.95. ടാൻ 5 എന്ന് പറയുന്നത് 30 ആണ്. ഫസ്റ്റ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ 119.148, സെക്കൻഡ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ 62.41, മ്യൂ എന്ന് പറയുന്നത് 0.5. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളത് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 16 24 കിട്ടും. ദെൻ 0.95 പ്ലസ് എ ദി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമാണ്. ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ദെൻ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. ഈ മൈനസ് ഹാഫ് 3 16 ഇൻറ്റു 0.95 സ്ക്വയർ പ്ലസ് ടാൻ 30 ഇൻറ്റു 119.148 പ്ലസ് 0.5 ഇൻറ്റു 62.41 സോൾവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് മാറും. ഓക്കെ, 24a സ്ക്വയർ പ്ലസ് 45.6a പ്ലസ് 100 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാക്കി മാറ്റും. ദെൻ നമുക്ക് ഈ ഇക്വേഷൻ വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് അടുത്തത് വേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ്. ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര? ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 0.9 ഇൻറ്റു ഫോഴ്സ് ഓഫ് ഷിയർ കീ ഡിവൈഡഡ് ബൈ ആക്റ്റീവ് എർത്ത് പ്രഷർ PA. ഓക്കെ, ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 0.9 ഇൻറ്റു ഫോഴ്സ് exerted by the shear key divided by the active earth pressure. അപ്പോൾ 0.9 ഇൻറ്റു ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ഷിയർ കീ ആണ് നമ്മളിവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 24a സ്ക്വയർ പ്ലസ് 45.6a പ്ലസ് 100 എന്ന്. ഓക്കെ, അതുപോലെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓവർട്ടാണ് നമ്മുടെ സ്റ്റെബിലിറ്റി ചെക്കിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ആക്റ്റീവ് എർത്ത് പ്രഷർ PA 73.5 kilonewton per meter square, active earth pressure. So shear key provide ചെയ്യുന്ന factor of safety എന്ന് പറയുന്നത് 0.9 F shear key by PA. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4 ആയിരിക്കണം. ഓക്കെ, ഇതും 1.4ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നു? 1.4ന് ഈക്വൽ ആണെന്നും പറഞ്ഞ് എടുക്കുന്നു. 0.9 ഇൻറ്റു 45.6a പ്ലസ് 24a സ്ക്വയർ പ്ലസ് 100 ഡിവൈഡഡ് ബൈ 73.5 ഈക്വൽ ടു 1.4 എന്നും പറഞ്ഞെടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുന്നു. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഓഫ് ദി ഷിയർ കീ A എന്ന് പറയുന്നത് 0.275 മീറ്റർ എന്ന് കിട്ടുന്നു. 0.275 മീറ്റർ എന്ന് കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഷിയർ കീയുടെ സൈസ് കിട്ടി. സ്ക്വയർ ഷിയർ കീ ആണ്. സോ അതിൻ്റെ സൈസ് കിട്ടി 0.275 മീറ്റർ. അങ്ങനെ പ്രൊവൈഡ് ഷിയർ കീ ഓഫ് സൈസ് 0.275 മീറ്റർ എന്ന് കിട്ടി. സോ നമ്മുടെ ഡിസൈനിൻ്റെ 9 സ്റ്റെപ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു ഫിഗറും കൂടി വരച്ച് എല്ലാ റീഇൻഫോഴ്സ്മെൻറ്റ്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഡിസൈൻ പ്രോബ്ലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാന്റിലിവർ റീറ്റൈനിങ് വാൾ, അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തത് എത്രയായിരുന്നു? 16 mm ആയിരുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തത് 8 mm ആയിരുന്നു. അത് ലോവർ 1/3 ഹൈറ്റ്. ഇതാണ് ലോവർ 1/3 ഹൈറ്റ്, ഇത് മിഡിൽ 1/3 ഹൈറ്റ്. അപ്പോൾ ലോവർ 1/3 ഹൈറ്റിൽ നമ്മൾ 130 mm, മിഡിൽ 1/3 ഹൈറ്റിൽ 260 mm കൊടുത്തു. അതുപോലെ അതിൻ്റെ റെയർ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ 1/3 ഹൈറ്റിൽ ഈ 130യുടെ ഡബിൾ സ്പേസ് 260, അതുപോലെ മിഡിൽ 1/3 ഹൈറ്റിൽ ഈ 260യുടെ ഡബിൾ സ്പേസിങ്, അതായത് 520. അതുപോലെ തന്നെ പിന്നെ ബേസ് ലാബ്. അപ്പം ഈ എല്ലാ കമ്പോണൻസിലും ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അതുപോലെ 1.2 മീറ്റർ ഡിസ്റ്റൻസിൽ 0.275 മീറ്റർ സൈസിലുള്ള ഷിയർ കീയും പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഫിഗറും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഓഫ് കാന്റിലിവർ റിട്ടൈനിങ് ബോൾ
തീർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിസൈനിങ്ങിന് വേണ്ട 9 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 9 സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് ഈ ഒരു ഫിഗറും കൂടി വരച്ചു കഴിഞ്ഞാൽ ഡിസൈൻ പ്രോബ്ലം ഫുള്ളാവും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.